Once again, welcome back to my YouTube channel. ഇന്നും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മലയാളം സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നാണ് നോക്കുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സെന്റൻസസ് ആയിരിക്കും ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് ഇത് ഈട് നിൽക്കുന്നതാണോ അല്ലെങ്കിൽ കുറച്ചു കാലം നിലനിൽക്കുന്നതാണോ എന്ന് നമ്മൾ ചോദിക്കാറില്ലേ? ഈ ഈട് നിൽക്കുന്ന എന്നെങ്ങനെയാണ് പറയുന്നത്? ഡ്യൂറബിൾ. സോ ഇസ് ഇറ്റ് ഡ്യൂറബിൾ എന്ന് ചോദിച്ചാൽ ഇത് ഈട് നിൽക്കുന്നതാണോ എന്നാണ് മീനിങ്. ഇസ് ഇറ്റ് ഡ്യൂറബിൾ. ഇനി നമ്മൾ പറയത്തില്ലേ അത് അവിശ്വസനീയമാണ്. അവിശ്വസനീയം എന്ന് പറയുന്നത് അൺബിലീവബിൾ എന്നാണ്. സോ ദാറ്റ്സ് അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നാണ് അർത്ഥം. ദാറ്റ്സ് അൺബിലീവബിൾ. ഇനി നമ്മൾ പറയത്തില്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം വീട്ടിൽ വരാം എന്ന് പറയണം. ഈ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെങ്ങനെ പറയും? as far as I am concerned. as far as I am concerned എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നാണ്. she can come home എന്ന് പറഞ്ഞാൽ എന്താണ്? അവൾക്ക് വീട്ടിൽ വരാം അല്ലെങ്കിൽ വരാൻ കഴിയും എന്നുള്ള മീനിങ് ആണ്. whenever she likes എന്ന് പറഞ്ഞാലോ അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം. സോ അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം അവൾക്ക് വീട്ടിൽ വരാം എന്ന് പറയാനാണ് she can come home whenever she likes. എന്നെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇഷ്ടമുള്ളപ്പോഴെല്ലാം അവൾക്ക് വീട്ടിൽ വരാം. ഇതെങ്ങനെ പറയും? as far as I am concerned she can come home whenever she likes. ഇനി നമ്മൾ പറയത്തില്ലേ എനിക്കറിയാവുന്നിടത്തോളം. എനിക്കറിയാവുന്നിടത്തോളം എന്നെങ്ങനെയാണ് പറയുന്നത്? as far as I know. as far as I know എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നിടത്തോളം എന്നാണ് മീനിങ്. സോ എനിക്കറിയാവുന്നിടത്തോളം ആരും പരാതിപ്പെട്ടിട്ടില്ല എന്ന് പറയണം. പരാതിപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? കംപ്ലെയിൻ. അപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നെങ്ങനെ പറയും? as far as I know no one has complained. as far as I know no one has complained. no one has complained എന്ന് പറഞ്ഞാൽ ആരും പരാതിപ്പെട്ടിട്ടില്ല എന്നാണ് മീനിങ്. സോ as far as I know no one has complained. ഇനി നമ്മൾ കുട്ടികളോടൊക്കെ പല കാര്യങ്ങൾക്കും സൂക്ഷിക്കണേ എന്ന് പറയാറില്ലേ? അപ്പം അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഫ്രേസാണ് ലുക്ക് ഔട്ട് അല്ലെങ്കിൽ വാച്ച് ഔട്ട്. ഇതിൻ്റെ രണ്ടിനെയും മീനിങ് ശ്രദ്ധിക്കുക എന്നുള്ള അർത്ഥമാണ്. ലുക്ക് ഔട്ട് അല്ലെങ്കിൽ വാച്ച് ഔട്ട്. ഇനി ഇത് നിൻ്റേതാണ്. ഇതെങ്ങനെ പറയും? നിൻ്റേത് എന്ന് പറയുന്നത് യുവേഴ്സ് എന്നാണ്. സോ ഇറ്റ്സ് യുവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് നിൻ്റേതാണ് അല്ലെങ്കിൽ ഇത് നിൻ്റേതാണ് എന്നുള്ള മീനിങ് ആണ്. ഇറ്റ്സ് യുവേഴ്സ്. ഇനി അടുത്തത് ദയവായി മിണ്ടാതിരിക്കൂ എന്ന് പറയണം. അതെങ്ങനെ പറയും? പ്ലീസ് ബി ക്വയറ്റ്. പ്ലീസ് ബി ക്വയറ്റ്. ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ള അർത്ഥമാണ്. പ്ലീസ് ബി ക്വയറ്റ് എന്ന് പറഞ്ഞാൽ ദയവായി മിണ്ടാതിരിക്കൂ എന്നാണ് മീനിങ്. പ്ലീസ് ബി ക്വയറ്റ്. ഇനി ആരാണ് നിന്നോട് സംസാരിച്ചത്? ഇതെങ്ങനെ ചോദിക്കും? സംസാരിക്കുക എന്നുള്ളത് സ്പീക്ക് എന്നാണ്. ഇപ്പോൾ സംസാരിച്ചത് എന്ന് പറയാൻ അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പോക്ക് വരും. ആരെന്ന് പറയാൻ ഹൂ. ഹൂ സ്പോക്ക് ടു യു എന്ന് ചോദിച്ചാൽ ആരാണ് നിന്നോട് സംസാരിച്ചത് എന്നാണ് മീനിങ്. ഹൂ സ്പോക്ക് ടു യു. ഇനി നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം അതൊന്ന് എനിക്ക് പാസ് ചെയ്യൂ അല്ലെങ്കിൽ എനിക്കൊന്ന് കൈമാറൂ എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ പറയും? പാസ് മീ ദാറ്റ്. പാസ് മീ ദാറ്റ് എന്ന് പറഞ്ഞാൽ അതൊന്ന് എനിക്ക് തരൂ, വാങ്ങിച്ചു തരൂ എന്നുള്ള മീനിങ് ആണ്. പാസ് മീ ദാറ്റ്. പിന്നെ നമ്മൾ പറയത്തില്ലേ എനിക്കത് ശീലമായി. അതെങ്ങനെ പറയും? ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ശീലമായി എന്നുള്ള അർത്ഥമാണ്. സോ ഐ ആം യൂസ്ഡ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ശീലമായി എന്നാണ് മീനിങ്. ഐ ആം യൂസ്ഡ് ടു ഇറ്റ്. പിന്നെ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അതെങ്ങനെ പറയും? നമുക്ക് നോക്കാം എന്ന് പറയുന്നത് ലെറ്റ് സീ എന്നാണ്. ലെറ്റ് സീ. സോ ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. വാട്ട് ഹാപ്പൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അർത്ഥമാണ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഇനി നീ വീട്ടിലുണ്ടോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? ആർ യു അറ്റ് ഹോം. ആർ യു അറ്റ് ഹോം എന്ന് ചോദിച്ചാൽ നീ വീട്ടിലുണ്ടോ എന്നാണ് മീനിങ്. ആർ യു അറ്റ് ഹോം. പിന്നെ അത് സത്യമായിരിക്കണം. ഇതെങ്ങനെ പറയും? ഇറ്റ് മസ്റ്റ് ബി ട്രൂ. ഇറ്റ് മസ്റ്റ് ബി ട്രൂ എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കണം എന്നാണ് മീനിങ്. ഇറ്റ് മസ്റ്റ് ബി ട്രൂ. ട്രൂ എന്ന് പറഞ്ഞാൽ സത്യം എന്നുള്ള അർത്ഥമാണ്. സോ ഇറ്റ് മസ്റ്റ് ബി ട്രൂ എന്ന് പറഞ്ഞാൽ അത് സത്യമായിരിക്കണം എന്നാണ് മീനിങ്. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പാത്രമൊക്കെ ടേബിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ പാത്രമൊക്കെ മേശപ്പുറത്ത് നിന്ന് നീക്കുക. ഇതെങ്ങനെ പറയും? നീക്കുക എന്ന് പറയാൻ നമുക്കറിയാം മൂവ് എന്നാണ് അല്ലേ?
സോ മൂവ് ദ പ്ലേറ്റ്സ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളെല്ലാം മേശപ്പുറത്ത് നിന്ന് നീക്കുക എന്നുള്ള അർത്ഥമാണ്. ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ മേശപ്പുറത്ത് നിന്ന് എന്നുള്ള ഒരു മീനിങ് ആണ്. സോ മൂവ് ദ പ്ലേറ്റ്സ് ഓഫ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ പാത്രങ്ങളെല്ലാം മേശപ്പുറത്ത് നിന്ന് നീക്കുക എന്നാണ് അർത്ഥം. പിന്നെ നമുക്ക് ഉറക്കം വരുന്നു എന്ന് നമ്മൾ പറയത്തില്ലേ, ഇതെങ്ങനെ പറയാം? ഐ ഫീൽ ഡ്രൗസി എന്ന് പറയാം, അതേപോലെ തന്നെ ഐ ഫീൽ സ്ലീപ്പി എന്ന് പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെയും മീനിങ് എനിക്ക് ഉറക്കം വരുന്നു എന്നാണ്. സ്ലീപ്പി എന്ന് പറഞ്ഞാലും ഡ്രൗസി എന്ന് പറഞ്ഞാലും ഉറക്കം വരുന്നു എന്നുള്ള അർത്ഥമാണ്. ഐ ഫീൽ സ്ലീപ്പി അല്ലെങ്കിൽ ഐ ഫീൽ ഡ്രൗസി. ഇനി അവരെന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറയണം. നമുക്കറിയാം വിശ്വസിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ട്രസ്റ്റ്. സോ ദേ ഡോണ്ട് ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞാൽ അവരെന്നെ വിശ്വസിക്കുന്നില്ല എന്നാണ്. ദേ ഡോണ്ട് ട്രസ്റ്റ് മീ അല്ലെങ്കിൽ അവരെന്നെ വിശ്വസിക്കാറില്ല എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. ദേ ഡോണ്ട് ട്രസ്റ്റ് മീ. ഇനി ഈ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ ഡിസ്ട്രസ്റ്റ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. സോ ദേ ഡിസ്ട്രസ്റ്റ് മീ എന്ന് പറഞ്ഞാലും അവരെന്നെ വിശ്വസിക്കാറില്ല എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ്. ദേ ഡിസ്ട്രസ്റ്റ് മീ അല്ലെങ്കിൽ ദേ ഡോണ്ട് ട്രസ്റ്റ് മീ. ഇനി അടുത്തത് തെറ്റ് കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം ഇങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് സ്പോട്ട് എന്നുള്ള വാക്കും യൂസ് ചെയ്യാം. അപ്പോൾ സ്പോട്ട് ദ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടുപിടിക്കുക എന്നുള്ള അർത്ഥമാണ്. സ്പോട്ട് ദ മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റ് എന്നുള്ള അർത്ഥമാണ്. സോ സ്പോട്ട് ദ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ തെറ്റ് കണ്ടുപിടിക്കുക എന്നാണ് മീനിങ്. ഇനി അടുത്തത് ചില ആൾക്കാരെ കുറിച്ച് നമ്മൾ പറയത്തില്ലേ, തരമനുസരിച്ച് രൂപം മാറുക. അതായത് അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. സോ അവിടെ യൂസ് ചെയ്യാവുന്ന ഒരു വാക്കാണ് ടേൺ കോട്ട്. സോ ഹീസ് എ ടേൺ കോട്ട് എന്ന് പറഞ്ഞാൽ അവൻ തരമനുസരിച്ച് അവൻ്റെ രൂപം മാറുന്ന ആളാണ്, എന്തെങ്കിൽ സ്വഭാവം മാറുന്ന ആളാണ് എന്നുള്ള അർത്ഥമാണ്. ഹീസ് എ ടേൺ കോട്ട്. ഇനി അവൾ നിന്നെ ഓർമ്മപ്പെടുത്തിയോ അല്ലെങ്കിൽ അവൾ നിന്നെ ഓർമ്മിപ്പിച്ചോ? ഇതെങ്ങനെ ചോദിക്കും? ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് റിമൈൻഡ് എന്നാണ്. അപ്പോൾ ഓർമ്മിപ്പിച്ചോ എന്ന് ചോദിക്കേണ്ടപ്പോൾ നമുക്കറിയാം പാസ്റ്റ് ടെൻസ് ആണ്, ഡിഡ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യണം. സോ ഡിഡ് ഷീ റിമൈൻഡ് യു എന്ന് ചോദിച്ചാൽ അവൾ നിന്നെ ഓർമ്മിപ്പിച്ചോ അല്ലെങ്കിൽ അവൾ നിന്നെ ഓർമ്മപ്പെടുത്തിയോ എന്നുള്ള അർത്ഥമാണ്. ഡിഡ് ഷീ റിമൈൻഡ് യു. ഇനി നമ്മളിപ്പം എവിടെയെങ്കിലും പോയിട്ട് വരാൻ വൈകരുത് അല്ലെങ്കിൽ ഒത്തിരി താമസിക്കരുത് എന്നൊക്കെയുള്ള രീതിയിൽ പറയത്തില്ലേ, അതെങ്ങനെ പറയും? ഡോണ്ട് ബി ലേറ്റ്. ഡോണ്ട് ബി ലേറ്റ് എന്ന് പറഞ്ഞാൽ വൈകരുത് എന്നുള്ള ഒരു മീനിങ് ആണ്. ഡോണ്ട് ബി ലേറ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഡോണ്ട് ബി ലോങ് എന്നും പറയാം. ഈ ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുക എന്നുള്ള ഒരർത്ഥമാണ്. സോ ഡോണ്ട് ബി ലോങ് എന്ന് പറഞ്ഞാലും വരാൻ ഒത്തിരി ലേറ്റ് ആകരുത് എന്നുള്ള ഒരു മീനിങ് ആണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാര്യത്തിലേക്ക് വരൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെ പറയും? കം ടു ദ പോയിന്റ്. കം ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ കാര്യത്തിലേക്ക് വരൂ എന്നുള്ള അർത്ഥമാണ്. കം ടു ദ പോയിന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഗെറ്റ് ടു ദ പോയിന്റ്. ഗെറ്റ് ടു ദ പോയിന്റ് എന്ന് പറഞ്ഞാലും ഈ സെയിം മീനിങ് തന്നെയാണ്. കാര്യത്തിലേക്ക് വരൂ എന്നുള്ള ഒരു അർത്ഥമാണ്. കം ടു ദ പോയിന്റ് അല്ലെങ്കിൽ ഗെറ്റ് ടു ദ പോയിന്റ്. പോകണമോ വേണ്ടയോ എന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ പറയും? എനിക്കറിയില്ല എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ എന്നാണ്. പോകണമോ വേണ്ടയോ അതെങ്ങനെ പറയും? വെദർ ടു ഗോ ഓർ നോട്ട്. വെദർ ടു ഗോ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ പോകണമോ വേണ്ടയോ എന്നുള്ള മീനിങ് ആണ്. സോ ഐ ഡോണ്ട് നോ വെദർ ടു ഗോ ഓർ നോട്ട് എന്ന് പറഞ്ഞാൽ പോകണമോ വേണ്ടയോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് മീനിങ്. ഐ ഡോണ്ട് നോ വെദർ ടു ഗോ ഓർ നോട്ട്. ഇനി അടുത്തത് നമുക്ക് അതുവരെ സംസാരിച്ചിരിക്കാം അല്ലെങ്കിൽ സംസാരിക്കാം. അതെങ്ങനെ പറയും? നമുക്ക് സംസാരിക്കാം എന്നെങ്ങനെയാണ് പറയുന്നത്? ലെറ്റ്സ് ടോക്ക്. ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെറ്റസിന്റെ ഷോർട്ട് ആണ്. സോ ലെറ്റ്സ് ടോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാം എന്നാണ്. അതുവരെ എന്നെങ്ങനെ പറയും? വരെ എന്ന് പറയാൻ ടിൽ എന്നാണ് യൂസ് ചെയ്യേണ്ടത്. സോ ടിൽ ദെൻ എന്ന് പറഞ്ഞാൽ അതുവരെ എന്നാണ് മീനിങ്. സോ ലെറ്റ്സ് ടോക്ക് ടിൽ ദെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുവരെ സംസാരിക്കാം എന്നാണ് മീനിങ്. ഇനി അടുത്തത് അവൻ രാത്രി 2 മണി വരെ ഉണർന്നിരുന്നു. അതായത് ഉറങ്ങാതെ ഉണർന്നിരുന്നു എന്ന് പറയണം. ഉറങ്ങാതെ ഉണർന്നിരിക്കുക എന്ന് പറയുന്നതിന് സ്റ്റേ അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാം. സോ ഐ സ്റ്റേഡ് അപ്പ് അണ്ടിൽ 2 AM എന്ന് പറഞ്ഞാൽ 2 മണി വരെ ഉണർന്നിരുന്നു എന്നാണ് മീനിങ്. ഐ സ്റ്റേഡ് അപ്പ് അണ്ടിൽ 2 AM. ഇനി അടുത്തത് അവൻ സംസാരിക്കട്ടെ. ഇതെങ്ങനെ പറയും? സംസാരിക്കുക എന്ന് പറയാൻ നമുക്കറിയാം സ്പീക്ക് എന്നാണ് പറയുന്നത്. സോ ലെറ്റ് ഹിം സ്പീക്ക് എന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കട്ടെ എന്നാണ് മീനിങ്. ലെറ്റ് ഹിം സ്പീക്ക്. ഇനി എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പം
അത് ഒരുപാട് സമയം എടുക്കുമോ എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? വിൽ ഇറ്റ് ടേക്ക് വെരി ലോങ്. വെരി ലോങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഒരുപാട് സമയം എടുക്കുമോ എന്ന് ചോദിക്കാനാണ് വിൽ ഇറ്റ് ടേക്ക് വെരി ലോങ്. വിൽ ഇറ്റ് ടേക്ക് വെരി ലോങ്. ഞാൻ അവനെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെ പറയും? നമുക്കറിയാം കണ്ടിട്ടുണ്ട് എന്ന് പറയേണ്ടപ്പോൾ അവിടെ ഹാവിൻ്റെ കൂടെ V3 ഫോം ആണ് യൂസ് ചെയ്യേണ്ടത്. കാണുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് സീ ആണ്. അപ്പോൾ V3 ഫോം എന്ത് വരും? സീൻ എന്ന് വരും. സോ ഐ ഹാവ് സീൻ ഹിം സംവേർ എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നാണ് മീനിങ്. സംവേർ എന്ന് പറഞ്ഞാൽ എവിടെയോ എന്നുള്ള ഒരു മീനിങ് ആണ്. സോ ഐ ഹാവ് സീൻ ഹിം സംവേർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അവനെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾക്ക് ഏകദേശം 25 വയസ്സാണ് എന്ന് നമുക്ക് പറയണം. അപ്പം ഏകദേശം 25 വയസ്സ് എന്ന് പറയണമെങ്കിൽ നമുക്ക് അറൗണ്ട് 25 എന്ന് പറയാം. സോ ഷീ ഈസ് അറൗണ്ട് 25 എന്ന് പറഞ്ഞാൽ അവൾക്ക് ഏകദേശം 25 വയസ്സാണ് എന്നുള്ള മീനിങ് ആണ്. ഷീ ഈസ് അറൗണ്ട് 25. ഇനി അടുത്തത്, ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു. നമുക്കറിയാം പറയുക എന്ന് പറയുന്നത് ടെൽ എന്നാണ്. അപ്പോൾ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ടെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യണം. ടെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ടോൾഡ് ആണ്. സോ ഐ ടോൾഡ് ഹിം സോ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു എന്നാണ്. സോ എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നുള്ള മീനിങ് ആണ്. സോ ഐ ടോൾഡ് ഹിം സോ എന്ന് പറഞ്ഞാൽ ഞാൻ അവനോട് അങ്ങനെ പറഞ്ഞു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നമുക്ക് എന്തുകൊണ്ട് പുറത്ത് പോയി കൂടാം എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്തുകൂടാ എന്ന് ചോദിക്കേണ്ടപ്പം വൈ ഡോണ്ട് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. സോ വൈ ഡോണ്ട് വി ഗോ ഔട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് പുറത്ത് പോയി കൂടാ എന്നാണ്. ഗോ ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോവുക എന്നുള്ള മീനിങ് ആണ്. സോ വൈ ഡോണ്ട് വി ഗോ ഔട്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തുകൊണ്ട് പുറത്ത് പോയി കൂടാ, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് പുറത്ത് പോയി കൂടാ എന്നാണ് അർത്ഥം. സോ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്